അങ്ങനെ ന്യൂ ഇയറും ബാക്കി കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് ആദ്യം തന്നെ എന്തെങ്കിലും കഴിക്കും. അങ്ങനെ നമ്മൾ നേരെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നു. പിന്നെ എല്ലാവർക്കും ഓരോ മന്തി ഓർഡർ ചെയ്തു. പിന്നീട് അങ്ങോട്ട് കുറച്ച് നേരം അതിന്റെ വെയിറ്റിംഗ് പീരീഡ് ആയി. ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ ടേബിളിലേക്ക് അവൻ വന്നെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് പിന്നെ അധികം സംസാരവും കാര്യങ്ങളൊന്നുമില്ല. നേരെ എല്ലാവരും ഫുഡ് എടുത്തു. പിന്നെ ഞാൻ പറയണ്ടല്ലോ, അങ്ങോട്ട് കഴിക്കുക ഉള്ളത് പറയാലോ. ഇത്തവണ നാട്ടിലെത്തിയിട്ട് കഴിച്ചാൽ ഏറ്റവും അടിപൊളി മന്തി ഇതായിരുന്നു. അതെന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. എന്റെ ടേസ്റ്റിന് ഇത് പെർഫെക്റ്റ് ആയിരുന്നു. അവിടെ നമ്മൾ നേരെ ഇറങ്ങി തിയേറ്ററിലേക്ക്, കാരണം നമ്മുടെ സിനിമ തുടങ്ങാൻ ടൈമായിരുന്നു. നേരെ കാറും പാർക്ക് ചെയ്ത് എല്ലാവരും കൂടെ ചാടിയിറങ്ങി. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ 60% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എനിക്കറിയാം, അത് നിങ്ങൾ മറന്നതായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിച്ചോളാം. അങ്ങനെ നമ്മൾ ആദ്യം ഐഡന്റിറ്റി കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ മാർക്കോയും കണ്ടു. കുഴപ്പമില്ല, കൊള്ളാം. അങ്ങനെ സിനിമയും കണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും ടൈം ഒരുപാട് പോയി. ചാലക്കുടി വരെ വന്നിട്ട് എക്സ്പോ കാണാതെ എങ്ങനെ പോവുക. അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കാണാത്ത മീനുകളില്ല. കുറെ എണ്ണത്തിന്റെ ഒക്കെ പേര് പോലും എനിക്ക് എന്താണെന്ന് അറിഞ്ഞു. അങ്ങനെ പേരറിയാത്ത ഒരുപാട് പേരെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ കണ്ടു. അത് മറ്റാരുമില്ല, നമ്മുടെ സ്വന്തം മത്സ്യകന്യകൻ. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പേരറിയാത്ത മറ്റു ചിലരെ കൂടി പരിചയപ്പെട്ടു. എല്ലാവരും നല്ല ബിസി. എനിക്കാരും ഒരു പോസ് പോലും തരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ശിവനെ മനസ്സിൽ ധ്യാനിച്ച് കഴുത്തിലേക്ക് എടുത്തൊരു ഒറ്റയുടെ. ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ പിടിച്ച് നിൽക്കണമല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്നെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഈ പാമ്പ് കാരണം ഞാൻ കുറച്ച് പോപ്പുലറായി. എന്റെ വക ഒരു താങ്ക്സും പറഞ്ഞ് അവനെ നമ്മൾ തിരിച്ചു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടത് ഫുള്ള് പാമ്പ്. വീണ്ടും നമ്മൾ കുറച്ച് കിളികളെയും കുറച്ച് മീനുകളെയൊക്കെ കണ്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ അമ്യൂസ്മെന്റ് ഉള്ളതുകൊണ്ട് പിന്നീട് അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചാടിത്തുള്ളി അങ്ങോട്ട്. ഇനി നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയാൽ മതി. അണലിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് മൂർഖന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ പോലെ പിന്നെ നേരെ ഇതിന്റെ അകത്ത്. അപ്പോൾ ഓക്കെ, ബൈ.